ത്രിമൂർത്തികളിൽ രണ്ടാം സ്ഥാനം അലങ്കരിക്കുന്ന സ്ഥിതിയുടെ പാലകന്റെ ദശാവതാരങ്ങളിൽ രണ്ടാമത്തെ അവതാരമൂർത്തിയും ജരാനരകൾ ബാധിച്ച ദേവഗണങ്ങളുടെ സംരക്ഷകനുമായ അവതാരം കൂർമ്മം. ഒരിക്കൽ മഹാദേവന്റെ കോപത്തിന്റെ ഫലമായി പിറവികൊണ്ട അത്രി മഹർഷിയുടെ പുത്രനാകുന്ന കോപം, ശാപം എന്നിവയുടെ പര്യായമാകുന്ന ദുർവാസാവ് മഹർഷി ദേവലോകവാസികളായ വിദ്യാധര സ്ത്രീകൾ മഹർഷിക്ക് ആദരസൂചകമായി ഒരു പാരിജാതമാല സമർപ്പിച്ചു. കേവലമായ ഒരു സന്യാസിയായ തനിക്ക് ഇതുപോലെയൊരു വസ്തു ആവശ്യമില്ല. എങ്കിൽ പോലും അവരിൽ നിന്നും സന്തോഷപൂർവം അത് മഹർഷി സ്വീകരിച്ചു. അങ്ങനെ അത്യാദരവോടുകൂടി ദേവലോകവാസികളുടെ സ്വീകരണം എല്ലാം തന്നെ ഏറ്റുവാങ്ങി ദുർവാസാവ് പുറപ്പെട്ടു. എന്നാൽ വഴിമധ്യേ മഹർഷി ദേവരാജൻ ഇന്ദ്രനെ കാണാനിടയായി. അദ്ദേഹം ഐരാവതത്തിലേറി വരുന്നത്. ആ പാരിജാതഹാരം ഇന്ദ്രദേവന് ദുർവാസാവ് നൽകി. ഇത്രയും സുഗന്ധം നിറഞ്ഞ ഈ ഹാരം കണ്ടപ്പോൾ ഇന്ദ്രിയങ്ങളുടെ നാഥന് എത്രയും വേഗം ഇത് തൻ്റെ കഴുത്തിൽ അണിയുവാൻ തിടുക്കമായി. അങ്ങനെ അദ്ദേഹം മഹർഷിയുടെ മുൻപാകെ നിന്നുകൊണ്ട് തന്നെ അത് അണിഞ്ഞു. അത്രത്തോളം വാസന പകരുന്ന പാരിജാതത്തിന്റെ സുഗന്ധം ശ്രവിച്ചുകൊണ്ട് അതിൻ്റെ ഉറവിടം എവിടെയെന്ന് മനസ്സിലാക്കുവാൻ വണ്ടുകൾ വരിവരിയായി പാറി ഒഴുകി ഇന്ദ്രദേവന്റെയും ദുർവാസാവിന്റെയും സമക്ഷമെത്തി. എന്നാൽ വണ്ടുകൾ ഐരാവതത്തിന് ചുറ്റും മൂളിപ്പറക്കാൻ തുടങ്ങി. വണ്ടുകളുടെ അരോചകമായ മൂളൽ ഐരാവതത്തെ അസ്വസ്ഥനാക്കി. തന്മൂലം ഐരാവതം ഹാരം ഇന്ദ്രന്റെ കഴുത്തിൽ നിന്നും എടുത്ത് നിലത്തിട്ട് ചവിട്ടി. എന്നാൽ ഈ കാഴ്ച ദുർവാസാവിന് കോപമുണർത്തി. താൻ നൽകിയ ഉപഹാരം ഇത്തരത്തിൽ നശിപ്പിച്ചതിൽ ഐരാവതത്തിന്റെ ഉടമയായ ദേവേന്ദ്രനെയും സകല ദേവഗണങ്ങളെയും ദുർവാസാവ് ജരാനരകൾ ബാധിച്ച് ഐശ്വര്യം നഷ്ടപ്പെട്ടതായി തീരട്ടെ എന്ന് ശപിച്ചു. എന്നാൽ ഈ ശാപത്തിൽ 33 ദേവസമൂഹത്തിനും ആഘാതമുണ്ടാക്കി. ഐശ്വര്യത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവി അപ്രത്യക്ഷയായി. അങ്ങനെ സർവവിനാശം മാത്രം. ഇത്രയും പരിതാപകരമായ അവസ്ഥയായപ്പോൾ ശാപമോക്ഷത്തിനായി എല്ലാവരും ദേവന്മാരുടെ ദേവനായ മഹാദേവനിൽ അഭയം പ്രാപിച്ചു. പരിഹാരാർത്ഥം ഭഗവാൻ പാലാഴി കടയുക, അതിൽ നിന്നും അമൃതം ലഭിക്കും, അത് സേവിച്ചാൽ ജരാനരകൾ വിട്ടൊഴിയുകയും അമരത്വം പ്രാപ്തമാകുകയും ചെയ്യുമെന്ന് അരുളി. എന്നാൽ പാലാഴി കടയുക എന്നത് ദേവന്മാർക്ക് മാത്രം സാധ്യമാകുന്ന ഒന്നല്ല. അതിനാൽ തന്നെ അസുരന്മാരെയും ചേർത്താൽ മാത്രമേ ഇത് സാധ്യമാകുകയുള്ളൂ എന്ന് പറഞ്ഞു. അത് പ്രകാരം ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി കടയാൻ തയ്യാറായി. അതിനായുള്ള കടകോലായി മന്ദരപർവ്വതവും പർവ്വതത്തെ ചുറ്റി വരിഞ്ഞുകൊണ്ട് പാശമായി ഉപയോഗിക്കപ്പെട്ടത് ശിവ കണ്ഠാഭരണമായ കദ്രു സന്തതി വാസുകിയും ആകുന്നു. വാസുകിയുടെ ശിരസിന്റെ ഭാഗം അസുരന്മാരും വാൽഭാഗം ദേവന്മാരും പിടിച്ചു. പാലാഴി മഥനം ആരംഭിച്ചു. എന്നാൽ ഈ ഊഴത്തിന്റെ ആദ്യ വലിയുടെ സമ്മർദ്ദത്തിൽ മന്ദരപർവ്വതം കടലിൽ ആണ്ടുപോയി. എന്നാൽ താന്നുപോയ മന്ദരപർവ്വതത്തെ തൻ്റെ മുതുകിൽ ഉയർത്തിക്കൊണ്ട് മഹാവിഷ്ണു ഭഗവാന്റെ രണ്ടാമത്തെ ദശാവതാരമൂർത്തിയാകുന്ന കൂർമ്മമൂർത്തി അവതരിച്ചു. തൻ്റെ ശരീരത്തിന്മേൽ മന്ദരപർവ്വതത്തെ താങ്ങി നിർത്തിക്കൊണ്ട് പാലാഴി മഥനം ആരംഭിച്ചു. ശാപം നിമിത്തം പാലാഴിയിലേക്ക് പതിക്കപ്പെട്ടതും പുതുതായി ഉയർന്നു വന്നതും ആയ പല ദിവ്യവസ്തുക്കളും, അതായത് പലതരം ദിവ്യവൃക്ഷങ്ങൾ, ഔഷധ സസ്യങ്ങൾ, ചന്ദ്രദേവൻ, ശ്രീദേവി അഥവാ ലക്ഷ്മി ദേവി, സുര അഥവാ മദ്യം, ഉച്ചൈസ്രവസ് എന്ന കുതിര, ഐരാവതം, രത്നം, കൗസ്തുഭം, ഒടുവിൽ ജരാനരകൾക്ക് പരിഹാരമായി അമൃതകുംഭവുമായി ധന്വന്തരി മൂർത്തി എന്നിങ്ങനെ വിവിധ വിലയേറിയ വസ്തുക്കൾ ഉയർന്നു വന്നു.
അങ്ങനെ തൻ്റെ ദശാവതാരത്തിലെ രണ്ടാമത്തെ അവതാര ലക്ഷ്യം പ്രപഞ്ച നന്മയ്ക്കായി ഭഗവാൻ നിർവഹിച്ചു.